നമ്മൾ ചിലപ്പോഴെങ്കിലും ആഗ്രഹിക്കാറില്ലേ ഇത് വളരെ തിരക്കേറിയ ഈ ലൈഫിൽ നിന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും മാറി നിന്നാലോ എന്ന്. അങ്ങനെ മക്കളുടെ ഈ ബിസി ഷെഡ്യൂളിൽ ഒരു ദിവസം വീണ് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോയി ഒരു ദിവസം താമസിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഗമണിൽ മേക്ക് മൈ ട്രിപ്പ് വഴി കിട്ടിയ ഒരു ഹോട്ടലാണിത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹണി കോംബ് എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് വാഗമണ്ണിൽ നിന്ന് 3 കിലോമീറ്റർ നമ്മുടെ പുള്ളിക്കാനം റോഡ് വഴി വരുമ്പോഴുള്ള സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷൻ സുന്ദരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഒരു ഹില്ലി സൈഡിലുള്ള ലൊക്കേഷനാണ്. ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ് വാടകയ്ക്ക് എടുക്കുന്നത്. മറ്റ് ഗസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് നമുക്കവിടെ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ താമസിക്കാൻ പറ്റി. അപ്പോൾ ഈ മുറികളിലൂടെയുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ 301, 302 മുറികളാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ അവിടെ ആരെങ്കിലും താമസിക്കാൻ പോകുന്നതിന് തീർച്ചയായും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ 2 മുറികളുമാണ്. ഇവിടെ നിന്നാലാണ് ഏറ്റവും നല്ല കാഴ്ചകളും ഏറ്റവും നല്ല കാറ്റും ഒക്കെ കിട്ടുന്നത് കേട്ടോ. ഒറ്റ ഒരു കുഴപ്പം നമുക്ക് ആ ഹോട്ടലിനെ കുറിച്ച് പരാതിയായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉഗ്രനാണ്, മുറികളും ഒക്കെ ഗംഭീരമാണ്. പക്ഷേ ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് നടത്താത്ത അവസ്ഥയിലാണ് ഈ ഹോട്ടലിൻ്റെ റൂഫും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാ മുകളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റൂഫൊക്കെ പൊളിഞ്ഞിരിക്കുന്നത് കണ്ടോ. റൂഫൊക്കെ പൊളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല സുന്ദരൻ കാറ്റാണ് കേട്ടോ. 2 റൂമിനും കൂടി കോമൺ ഏരിയ ഉണ്ട്, കോമൺ ബാൽക്കണി ഉണ്ട്. ഓരോ റൂമിനും സെപ്പറേറ്റ് ബാൽക്കണിയും ഉണ്ട് കേട്ടോ. അതിൽ 301-ന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്, 302-ന് ലേശം വലിപ്പം കുറവാണ്. അത്യാവശ്യം നീറ്റാണ് മുറികൾ. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ പുറമേ നമ്മൾക്ക് കാണുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഈ റെഗുലർ മെയിൻ്റനൻസ് ഇല്ലാത്തതുപോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. കർട്ടനൊക്കെ ഇത്തിരി പഴയ കർട്ടനൊക്കെയാണ്. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള കാഴ്ചകളും കാറ്റും ഒക്കെയാണ്. സ്വസ്ഥമായിട്ടിരിക്കാം, മറ്റ് ശല്യങ്ങളൊന്നുമില്ല. ഇവരുടെ തന്നെ ഒരു പ്രോജക്റ്റ് തൊട്ട് സൈഡിൽ ഹണിക്കോംബ് റോയൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇത് 301-ൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. ഇത് പടിഞ്ഞാറ് സൈഡിലേക്ക് ഇരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബീറുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. വൈകുന്നേരം നല്ല കാറ്റുണ്ട്, അതുപോലെ അത്യാവശ്യം തണുപ്പുമുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ. അതുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ റൂഫൊക്കെ പൊളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒരു റൂമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമല്ലേ. ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. ഇങ്ങനെ റിലാക്സ് ചെയ്ത് താഴേക്ക് കാഴ്ചകളും കണ്ട് വണ്ടികൾ പോകുന്നതൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഹണിക്കോംബ് ഇരിക്കുന്ന സ്ഥലം. ഈ ഹണിക്കോംബിൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ്, പഴയ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ ഈ റൂം സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. വൈകുന്നേരമായി, നല്ല മഴക്കാറ് വന്നു, മഞ്ഞൊക്കെ താഴ്ന്ന് വരുന്നത് നമുക്കിവിടെ ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ മലയുടെ മുകളിൽ മേഘങ്ങളും മഞ്ഞും ഒക്കെ കൂടി കിടക്കുന്നത് കാണാൻ സാധിക്കും. വളരെ സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഫുഡില്ല. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കെയർ ടേക്കേഴ്സ് 2 കുട്ടികളുണ്ട്, അവരത് അറേഞ്ച് ചെയ്ത് തരും. അവർ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തേക്ക് രാത്രിയിലേക്കുള്ള ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് ആണ് അവിടെ കഴിച്ചത്. അപ്പോൾ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി നേരത്തെ അവരോട് പറയണം, എന്നാലാണ് അവർ വേറെ വെളിയിൽ നിന്നാണ് അത് വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ തൊട്ടടുത്തെല്ലാം ഇപ്പം ധാരാളം ഹോട്ടലുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൈവരിയൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഒരു മെയിൻ്റനൻസ് കുറവിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയോട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പൈതിയെ രാത്രിയായി, ഒരുവിധം കൊള്ളാവുന്ന തണുപ്പ് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇരിക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റിയ ഇതാണ്. ദൂരെ കാഴ്ചകൾ നമുക്ക് കാണാം. തങ്ങൾപ്പാറയിലെ ലൈറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾപ്പാറയുടെ ലൈറ്റൊക്കെ നമുക്കിങ്ങനെ
കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളരെ സുഖമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒരു ഹോട്ടലാണ് ഈ ഹണികോംബ്. നമുക്ക് ബാൽക്കണിയിലൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് താഴേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. താഴെ ആ റോഡിലൂടെ പുള്ളിക്കാനം റോഡാണ്, വാഗമൺ പുള്ളിക്കാനം റോഡാണ്. ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം. രാവിലെ 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പം ഞങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് അതുപോലെ കഴിച്ചിട്ട് ഇനി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.